നമസ്കാരം. ഭാഗ്യം വിൽക്കുന്നവർ എന്ന ചെറുകഥാ സമാഹാരത്തിലെ മൂന്നാമത്തെ കഥയായ സ്വാതി എന്ന ചെറുകഥയാണ് ഇനി വായിക്കാൻ പോകുന്നത്. നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. കഥ എഴുതിയത് VK കൃഷ്ണകുമാർ. സ്വാതി ഒറീസയിലെ ഒരു വനപ്രദേശം. അവിടുത്തെ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ വേണുഗോപാൽ IFS തികച്ചും ഒരു പ്രകൃതി സ്നേഹി. മണ്ണിനെയും മരങ്ങളെയും വനസമ്പത്തിനെയും കാത്തു സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള കറ തീർന്ന ഉദ്യോഗസ്ഥൻ. കാട്ടുമനുഷ്യരെ ബോധവൽക്കരിക്കാൻ, അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭിക്കാൻ അക്ഷീണം പരിശ്രമിക്കുന്ന വേണു സാറിന് അവിടുത്തുകാർക്കെല്ലാം ജീവനാണ്. ഭീംറാം ആ വനത്തിലെ ഒരു ആദിവാസി സമുദായക്കാരൻ. സ്ഥിരം മദ്യപാനി, വഴക്കാളി, ദയവും മനുഷ്യത്വവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. അയാളുടെ ഭാര്യ ബസി ഒരു പാവം, അയാളുടെ തല്ലുകൊള്ളാൻ മാത്രം വിധിക്കപ്പെട്ട സാധു. 2 മക്കളെ നല്ലപോലെ വളർത്താൻ പാടുപെടുന്ന വീട്ടമ്മ. മൂത്ത മകൾ സ്വാതി നന്നായി പഠിക്കും, ചിത്രം വരയ്ക്കും. കാട്ടിലെ കോവിലിൽ ഊരുവിളക്കിന് ഭജൻ പാടുന്നതും സ്വാതിയാണ്. ഇളയവൾ സീത. ബസി കാട്ടുതേൻ ശേഖരിച്ചും വനത്തിൽ കൃഷി ഇറക്കിയും മറ്റും കിട്ടുന്ന പണം കൊണ്ടാണ് വീട് കഴിയുന്നത്. റാമിന് വീടിനെ പറ്റി ഒരു ചിന്തയും ഇല്ല. സ്വാതി 7ാം ക്ലാസ് പാസ്സായി. ഊരിലെ സ്കൂളിൽ ഇനി തുറന്ന് പഠിക്കാൻ പറ്റില്ല. ഇനി മലകൾക്കപ്പുറത്ത് ഗ്രാമത്തിൽ പോയി അവിടുത്തെ വലിയ സ്കൂളിൽ ചേരണം. ഒരു 16 കിലോമീറ്റർ കാട്ടിലൂടെ പോകണം. വന്യമൃഗങ്ങൾ, ഇഴജന്തുക്കൾ ഇവയൊക്കെ ഭയപ്പെടണം. പിന്നെ കുത്തനെയുള്ള കയറ്റവും ഇറക്കവും. സാധാരണ ഊരിലെ പിള്ളേർ 7 കഴിഞ്ഞാൽ പഠിപ്പ് നിർത്തുകയാണ് പതിവ്. മഴക്കാലമായ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ കഠിനമാണ്. പുഴ കടന്നു പോകാൻ പ്രയാസവുമാണ്. സ്വാതിയുടെ വിഷമം കേട്ടറിഞ്ഞ വേണു അവളെ ഗ്രാമത്തിലെ സ്കൂളിൽ ചേർക്കാൻ പറഞ്ഞു. നന്നായി പഠിക്കുന്ന അവളെ ഈ ഊരിൽ തളച്ചിടരുത്. ദിവസവും രാവിലെ അയാളുടെ ബൈക്കിൽ സ്കൂളിൽ കൊണ്ടുവിടും, വൈകിട്ട് തിരികെ കൊണ്ടുവരും. ഏതായാലും കാട്ടിലെല്ലാം റോന്തി വിട്ടണം. എന്നാ പിന്നെ ഈ വഴികളൊക്കെ പരിചയമുള്ള ഒരാൾ കൂടെ ഉണ്ടാവട്ടെ. ആ യാത്ര 2 പേർക്കും ഉപകാരമായി. കാടിനെ കുറിച്ച് സ്വാതിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഊരും മൂപ്പനും അമ്മമ്മയും അപ്പൂപ്പനും പറഞ്ഞു കേട്ട കുറേ വിചിത്രമായ കാര്യങ്ങളാണ്. കാടിനപ്പുറത്തുള്ള ഒരു വലിയ ലോകത്തിലേക്കുള്ള ജനൽ വേണു സാർ അവൾക്കായി തുറന്നിട്ട് കൊടുത്തു. പുറം ലോകത്തെ കാര്യങ്ങൾ അവൾക്ക് അത്ഭുതമായിരുന്നു. ഈ കാടിന് പുറത്തുള്ള ലോകം കാണാൻ അവൾക്ക് കൊതിയായി. എന്നാൽ ഭീംറാമിന് ഇതൊന്നും അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ ഊരിന് പുറത്തുപോയി പഠിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അവൾ പഠിച്ച് കളക്ടറാകാൻ പോകുന്നു. അതിന് ആര് ഉദ്യോഗം കൊടുക്കാൻ പോകുന്നു ഈ കാട്ടുവാസികൾക്ക്? പഠിപ്പുള്ള പെണ്ണിനെ ആര് കെട്ടും? ഇവിടെ ആർക്കാ അതിന് പഠിപ്പുള്ളത്? വെറുതെ സമയം കളയാൻ അതിന് കൂട്ടു നിൽക്കാൻ ആ വരത്തൻ ഓഫീസറും. ആ ഇടയ്ക്കാണ് പുതുതായി മരം മുറിക്കാൻ ലേലം പിടിച്ച ശങ്കർ പോലെ വെട്ടുകാരുടെ സംഘത്തോടൊപ്പം കാട് കയറി എത്തിയത്. അയാൾക്ക് ഒരു സഹായിയായി ഭീംറാമിനെ കൂടെ കൂട്ടി. രാത്രി ആവോളം മദ്യം, ഇഷ്ടം പോലെ കാട്ടിറച്ചി ചുട്ടത്, പിന്നെ പണവും. റാമിന്റെ കാലം തെളിഞ്ഞു. ഇനി താനാണ് ഈ കാട് ഭരിക്കാൻ പോകുന്നത്, അയാൾ എല്ലാവരോടും പറഞ്ഞു. കൈനിറയെ പണമുള്ള അയാളെ, ശങ്കർ മുതലാളിയുടെ ആ വിശ്വസ്തനെ, ഊരുകാർക്കെല്ലാം ഭയമായിരുന്നു. കൂടെ നിന്നാ പണവും കിട്ടും, റാക്കും കുടിക്കാം. ശങ്കർ പോലെയൊക്കെ പെണ്ണു കൂട്ടി കൊടുക്കാനും ഭീമന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. ബസ്സി കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. ഊരിലെ പെണ്ണുങ്ങളുടെ ശാപം വാങ്ങി വെക്കല്ലേ എന്ന അപേക്ഷ കൈ നിവർത്തി കവളത്തുള്ള അടിയിൽ അവസാനിച്ചു. ഗ്രാമത്തിലെ ഹൈസ്കൂളിൽ 12ാം ക്ലാസ്സിലാണ് സ്വാതി. ആ സ്കൂളിൽ നിന്ന് നല്ല മാർക്ക് നേടി അവൾ പാസ്സാകുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ പട്ടണത്തിലെ കോളേജിൽ ചേരണം. വേണുസാറ് പറഞ്ഞ പോലെ കളക്ടറാകണം. തൻ്റെ ഊരുകാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതുപോലെ ദരിദ്രരായ കാട്ടുവാസികളെ നല്ല നിലയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരണം. തങ്ങളും മനുഷ്യരാണ് എന്ന് അവരെ ധരിപ്പിക്കണം. സ്വപ്നങ്ങൾ പലതാണ് അവൾക്ക്. എല്ലാം നടക്കുമെന്ന ധൈര്യം അവൾക്ക് പകർന്നു നൽകാൻ വേണുവിന് കഴിഞ്ഞു. ശങ്കർ ബോലയുടെ കണ്ണുകൾ സ്വാതിയിൽ പതിഞ്ഞത് അവിചാരിതമായിട്ടായിരുന്നു. സ്വന്തം വീട്ടിൽ ഇതുപോലെ ഒരു വൈരക്കൽ ഉണ്ടായിട്ടാണോ താൻ കാട്ടിൽ അലഞ്ഞു നടന്നത്? എടോ ഭീമ, താൻ ഭാഗ്യവാനാടോ. തൻ്റെ മകൾ തന്നെ കോടീശ്വരനാക്കും, സംശയം വേണ്ട. മുതലാളിയുടെ വാക്കുകൾ ഭീംറാമിന്റെ മനസ്സിൽ കുളിരു കോരിയിട്ടു. അവളെ ഞാൻ കെട്ടാവടോ. പിന്നെ താൻ ആരാ? എൻ്റെ അമ്മായിയപ്പൻ. തൻ്റെ മകളോ?
എന്റെ കണക്കില്ലാത്ത സ്വത്തിന്റെ ഏക അവകാശി. തനിക്ക് ജീവിതം ആസ്വദിക്കണ്ടോ ഭീമ? ഈ കാട്ടിൽ ഇങ്ങനെ അട്ടകടിയും കൊണ്ട് കഴിഞ്ഞാൽ മതിയോ? ഭീം വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ബസ്സിയും സ്വാതിയും അടുക്കുന്നില്ല. അവർക്ക് അവളെ വീണ്ടും പഠിപ്പിക്കണം അത്രേ, അതും പട്ടണത്തിൽ. എന്നിട്ട് എന്താ പ്രയോജനം? ഇതുപോലൊരു പണക്കാരന്റെ കെട്ടിലമ്മയായ ജീവിതം പിന്നെ പരമാനന്ദമല്ലേ? പക്ഷെ പെണ്ണും തള്ളയും വഴങ്ങുന്നില്ല. ശങ്കർ മുതലാളി മഹാ ചീത്തയാണെന്നാ പെണ്ണ് പറയുന്നത്. അയാൾ കാട് നശിപ്പിക്കാൻ ഇറങ്ങിയതാണത്രേ. ഈ കാട് നശിച്ചാൽ നമുക്കെന്താ? മുതലാളിയുടെ പട്ടണത്തിലെ വീട്ടിൽ സുഖിച്ചു വാഴരുതോ? അയാൾക്ക് നാട്ടിൽ വേറെ ഭാര്യയും പിള്ളേരും ഉണ്ടത്രേ. പെണ്ണ് പിടിയനാണ് പോലും. നല്ല തങ്കം പോലുള്ള ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ദുഷിച്ചു പറയാൻ അവർക്ക് എങ്ങനെ തോന്നി? ആ വേണു സാറിന്റെ കൊളുത്തായിരിക്കും. അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓ, ഒരു ഫോറസ്റ്റ് ഓഫീസർ വന്നിരിക്കുന്നു. ഫൂ. ഇനി അയാൾക്ക് ഇവളെ വല്ല നോട്ടം ഉണ്ടോ? എപ്പോഴും അയാളുടെ കൂടെയാ നടപ്പ്. മോട്ടോർ വണ്ടിയിൽ സ്കൂളിലേക്ക് കൊണ്ടുപോക്കും വരവും. എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ. അതിനെങ്ങനെയാ? ഇവിടെ എല്ലാവരും വേണു സാറിന്റെ പുറകെയല്ലേ. അയാൾ എല്ലാവരെയും നന്നാക്കി അടങ്ങും. ഊരിലെ മിക്ക കുടിയിലും ആ മനുഷ്യനെ കാണാം. എല്ലാവർക്കും അയാളെ വലിയ കാര്യമാണ്. കള്ളൻ, കാട്ടുമക്കളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക ആ സർക്കാർ കള്ളൻ. ഫൂ. ശങ്കർ മുതലാളി പ്ലാൻ പറഞ്ഞു കൊടുത്തു. കോളേജിൽ ചേരുന്നതിനുള്ള പണം തന്ന് സഹായിക്കാം എന്ന് മുതലാളി ഏറ്റിട്ടുണ്ടെന്ന് മകളോട് പറയുക. അവളെയും കൂട്ടിക്കൊണ്ടുവരിക. ബാക്കിയൊക്കെ മുതലാളി നോക്കിക്കൊള്ളാം. സ്വാതിക്കും ബസിക്കും ഒന്നും ആദ്യം വിശ്വാസമായില്ല. ശങ്കർ മുതലാളി ആള് ശരിയല്ല. പിന്നെ ഇപ്പോ എങ്ങനെ? അവൾ ആദ്യം വേണു സാറിനെ വിവരം അറിയിച്ചു. പോകണ്ടെന്ന് സാറ് പറഞ്ഞു. പക്ഷെ അപ്പം സമ്മതിക്കുന്നില്ല. ഒന്ന് പോയി കണ്ട് എന്താ മുതലാളിയുടെ മനസ്സിലെന്നറിഞ്ഞാ തിരികെ പോരാം. കോളേജിൽ പഠിക്കാൻ കുറെ പണം വേണ്ടേ? അതൊരാൾ സഹായിക്കുക എന്ന് പറഞ്ഞപ്പോ തട്ടിക്കളയുന്ന എന്തിനാ? ഒടുവിൽ ബസ്സി സമ്മതിച്ചു. മനസ്സില്ലാ മനസ്സോടെ സ്വാതിയും പോകുന്ന വിവരം അവൾ വേണു സാറിനോട് പറഞ്ഞു. ശങ്കർ ബോലയുടെ മനസ്സിലിരിപ്പ് രഹസ്യമായി അറിഞ്ഞ വേണു അന്ന് അയാളുടെ തടി സ്റ്റോക്ക് പരിശോധിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമായി എത്തി. അനുവാദം ലഭിച്ചതിനേക്കാൾ കൂടുതൽ തടി വെട്ടിയെടുത്തു എന്നുള്ള വിവരം കണ്ടെത്തി. ഈ സമയം അവിടേക്കെത്തിയ ഭീമനെയും മകളെയും വനം വകുപ്പ് വാച്ചർമാർ തടഞ്ഞു തിരിച്ചയച്ചു. അവർ തിരികെ പോകുന്നത് കണ്ടപ്പോൾ വേണുഗോപാലിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. അത് കണ്ട് സ്വാതിക്കും ചിരി പൊട്ടി. എന്നാൽ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞതിൽ പ്രാഗിക്കൊണ്ട് മുന്നിൽ നടന്ന ഭീംറാം അതൊന്നും കണ്ടില്ല. എന്നാൽ ശങ്കർ മുതലാളി വെറുതെ ഇരുന്നില്ല. അയാൾക്ക് സ്വാതിയിലുള്ള ആഗ്രഹം നാൾക്ക് നാൾ വലുതായിക്കൊണ്ടിരുന്നു. അവളെ ഓരോ തവണ കാണുമ്പോഴും ഈ സൗന്ദര്യ പുഷ്പത്തെ സ്വന്തമാക്കണം, ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിക്കണം എന്ന ആഗ്രഹം അയാളെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. ഇത്തവണ അവളെ തന്റെ താമസ സ്ഥലത്ത് എത്തിക്കുവാൻ അയാൾ ചട്ടം കെട്ടി. വിവരമറിഞ്ഞ ബസ്സി വേണുവിനെ കണ്ട് അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് അപേക്ഷിച്ചു. വേണു അതിന് തയ്യാറായി. ബലം പ്രയോഗിച്ച് സ്വാതിയെ മുതലാളി അയച്ച ജീപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഭീം അവളെ കാട്ടുവള്ളികൾ കൊണ്ട് കൈകാൽ ബന്ധിച്ച് ജീപ്പിന്റെ പുറകിലേക്ക് എടുത്തിട്ടു. ദൂരെയുള്ള മുതലാളിയുടെ ബംഗ്ലാവിലേക്ക് അയാളും സഹായിയും കൂടി ഇരുട്ട് പരക്കാൻ തുടങ്ങിയ കാട്ടുവഴിയിലൂടെ കുടുങ്ങി കുലുങ്ങി യാത്രയായി. ഒരു വലിയ വളവ് തിരിഞ്ഞപ്പോൾ ആണ് റോഡിൽ കുറുകെ കിടക്കുന്ന മരം വഴിമുടക്കിയത്. കയ്യിൽ കരുതിയിരുന്ന ചെറിയ കത്തി കൊണ്ട് ആ മരം മുറിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ഭീമനെ കൂടി സഹായത്തിന് വിളിച്ചു. രണ്ടുപേരും കൂടി ഏറെ സാഹസപ്പെട്ട് ആ മരം വഴിയിൽ നിന്നും നീക്കാൻ ശ്രമിച്ചു. ഈ സമയം അവരുടെ ജീപ്പിന് പുറകെ ബൈക്കിൽ വരുന്നുണ്ടായിരുന്ന വേണു അല്പം അകലെ വണ്ടി നിർത്തി. ജീപ്പിനടുത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ നടന്നെത്തി. പുറകിൽ കയ്യും കാലും ബന്ധിച്ച നിലയിൽ കിടക്കുകയായിരുന്ന സ്വാതിയെ എഴുന്നേൽപ്പിച്ചു. കെട്ടുകൾ അഴിച്ച് അവളെ സ്വതന്ത്രയാക്കി. പിന്നെ സാവധാനം അവളെയും കൂട്ടി നടന്നു. അല്പദൂരം ബൈക്ക് തള്ളി നീക്കിയ ശേഷം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. മറിഞ്ഞു വീണ മരം തള്ളി നീക്കാൻ ശ്രമപ്പെടുന്ന ഭീം ഇതൊന്നും അറിഞ്ഞില്ല. അയാളെ ആ പ്രവൃത്തിയിൽ സഹായിച്ച ഡ്രൈവറും ഇതൊന്നും അറിഞ്ഞില്ല. ഇവരൊന്നും അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അവർക്ക് ആ മരം തള്ളി നീക്കാൻ എളുപ്പം പറ്റാത്ത വിധത്തിൽ അതിന്റെ വലിയ ശാഖകളിൽ ഒന്നിൽ കാട്ടുവള്ളികൾ കൊണ്ട് കുടുക്കുണ്ടാക്കി വലിച്ചു നിർത്തിയ ആ പെൺകരങ്ങളുടെ ശക്തിയെപ്പറ്റി. അവസാനം ആ കുടുക്കുകൾ ഒന്ന് കൈവഴുതി സ്വന്തം കഴുത്തിൽ മുറുകി പിടഞ്ഞപ്പോഴും തൻ്റെ മകൾ സുരക്ഷിതയായ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും എന്നോർത്ത് നിറഞ്ഞ ആ മിഴികൾ അവർ കണ്ടതേയില്ല. മരം വഴിയിൽ നിന്ന് മാറ്റി ജീപ്പിനടുത്തേക്ക് എത്തിയ ഭീം അകത്തേക്ക് നോക്കിയപ്പോൾ ഞെട്ടി. സ്വാതി എവിടെ? അവൾക്ക് അനങ്ങാൻ പറ്റാത്ത വിധം കെട്ടിയിട്ടതാണല്ലോ. അയാൾ ചുറ്റും പരതി നോക്കി. ഉറക്കെ വിളിച്ചു നോക്കി. ഡ്രൈവറും അയാളും കൂടി കുറെ ദൂരം ഇരുട്ടിൽ തപ്പി നോക്കി.
കുറ്റിക്കാടുകൾക്കപ്പുറത്തെങ്ങോ ഒരു കടുവയുടെ മുരൾച്ച കേട്ട പോലെ ഡ്രൈവർ തിരിഞ്ഞോടി. ഇനി പുറത്തിറങ്ങിയ അവളെ കടുവയെങ്ങാൻ. വീട്ടിലെത്തിയ ഭീംറാമിന് ബസിയെയും സീതയെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത ഭാഗം പിന്നീട് ഇരിക്കും. നമസ്തേ.